സ്വാഗതം. എക്സ്പോസിറ്ററി കോമ്പോസിഷൻ എന്താണിത്? കാര്യങ്ങളിങ്ങനെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി അല്ലേ? അതെ, അതുതന്നെ. ഇതിന്റെ ലക്ഷ്യം ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ വർണ്ണിക്കുകയോ അതുമല്ലെങ്കിൽ ആരെങ്കിലും പെർസ്വേഡ് ചെയ്യുകയോ ഒന്നുമല്ല. ഓക്കെ. മറിച്ച് ഫാക്ട്സ്, ഐഡിയാസ് അല്ലെങ്കിൽ ബിലീഫ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് വൈ, വാട്ട്, ഹൗ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അതാണ് മെയിൻ. ശരി. ലെറ്റ്സ് അൺപാക്ക് ദിസ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ മെറ്റീരിയലിൽ, അതായത് ബ്ലോക്ക് 1 FEG 2 യൂണിറ്റ് 4 PDF-ന്റെ ഭാഗങ്ങളിൽ ഇതിനായിട്ട് പല ടെക്നിക്സ് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. നമുക്കതിലെ ചില പ്രധാനപ്പെട്ടവ നോക്കിയാലോ? നോക്കാം. ആദ്യത്തേത് എക്സ്പ്ലനേഷൻ ഓഫ് എ പ്രോസസ്. ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിവരിക്കുന്നത്. പ്രോസസ് എക്സ്പ്ലനേഷൻ. സോഴ്സിൽ തന്നെ 2 നല്ല എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ റൈറ്റിംഗ് പ്രോസസ്, അതായത് ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുന്നത്, പിന്നെ പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവിഷൻ, അവസാനം ഫൈനൽ ഡ്രാഫ്റ്റ്. ആ ഒരു ഓർഡർ. കറക്റ്റ്. മറ്റേ എക്സാമ്പിൾ ഒരു കാറിന്റെ ടയർ മാറ്റുന്നതാണ്. ഓ, അത് പ്രാക്ടിക്കലാണല്ലോ. അതെ, വാഹനം പാർക്ക് ചെയ്യുന്നത്, പിന്നെ വീൽ ബ്ലോക്ക് ചെയ്യുന്നത്, നട്ട്സ് ലൂസാക്കുന്നത്, ജാക്ക് വെച്ച് പൊക്കുന്നത്, വീൽ ഊരി മാറ്റുന്നത്, സ്പെയർ വീൽ ഇടുന്നത്, അങ്ങനെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട്. ആ ക്രമം പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. ഈ പ്രോസസ് എക്സ്പ്ലനേഷന്റെ ഒരു ലക്ഷ്യം തന്നെ പലപ്പോഴും ഹൗ ടു എന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നതാണ്. ഹൗ ടു ചേഞ്ച് എ ടയർ പോലെ. ശരിയാണ്. അപ്പോ ആ ക്ലാരിറ്റി വളരെ പ്രധാനമാണ്. തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അതിനാണ് ഫസ്റ്റ്, ദെൻ, നെക്സ്റ്റ്, ഫൈനലി പോലുള്ള ട്രാൻസിഷണൽ വേർഡ്സ് ഉപയോഗിക്കുന്നത്, ആ ക്രമം കിട്ടാൻ. മനസ്സിലായി. ഇനി അടുത്ത ടെക്നിക്, യൂസ് ഓഫ് എക്സാമ്പിൾസ്. ഇത് നല്ല രസമുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എക്സാമ്പിൾസ് കൊടുക്കുന്നത്. അത് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ശരിയല്ലേ? തീർച്ചയായും. ആ സോഴ്സിലെ ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള ഭാഗം നോക്കൂ. കണ്ടു. അവിടെ പറയുന്നു, ഗാഡ്ജറ്റ്സ് ആർ ബിക്കമിംഗ് ഈവൻ മോർ ഇമാജിനേറ്റീവ് എന്ന്. ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ പോരല്ലോ. പോരാ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇലക്ട്രിക് ഫാൻസ്, ടോസ്റ്റേഴ്സ് ഒക്കെ പറയുന്നു. അതുകൂടാതെ ബേബി റോക്കേഴ്സ്, ഷൂ ഷൈനേഴ്സ്, ചാർക്കോൾ ഫയർ സ്റ്റാർട്ടേഴ്സ്, കോഫി മേക്കേഴ്സ്, അലാം ക്ലോക്ക് റേഡിയോസ്. എന്റെ ദൈവമേ, വലിയ ലിസ്റ്റാണ്. അതെ. ഗാരേജ് ഡോർ ഓപ്പണേഴ്സ്, ഐസ് ക്യൂബ് മേക്കേഴ്സ്, ഇലക്ട്രിക് ബ്രൂംസ്, ക്യാൻ ഓപ്പണേഴ്സ്, നൈഫ്സ്, ഡോണറ്റ് മേക്കേഴ്സ്, ജ്യൂസേഴ്സ്, പോപ്കോൺ മേക്കേഴ്സ്, ഫുഡ് പ്രോസസേഴ്സ്, അങ്ങനെ പോകുന്നു. ഈ ഫുഡ് പ്രോസസറിന്റെ കാര്യം തന്നെ എന്തെല്ലാം ഉപയോഗങ്ങളാണ് പറയുന്നത്? ഡോ കുഴയ്ക്കാൻ, ഉള്ളി അരിയാൻ, ഇറച്ചി അരയ്ക്കാൻ, സാലഡിന് വെജിറ്റബിൾസ് അരിയാൻ. എക്സാക്ട്ലി. ഈ എക്സാമ്പിൾസ് ആ സ്റ്റേറ്റ്മെന്റിനെ ശരിക്കുമങ്ങ് ഉറപ്പിക്കുകയാണ്. അതെ, വെറുതെ പുതിയ ഗാഡ്ജറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഈ സ്പെസിഫിക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ ഐഡിയ കൂടുതൽ മെമ്മറബിൾ ആകും, വിശ്വാസ്യതയും കൂടും. ശരിയാണ്. ഇനി അടുത്തത് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. 2 കാര്യങ്ങൾ തമ്മിലുള്ള സാമ്യങ്ങൾ കമ്പാരിസൺ, പിന്നെ വ്യത്യാസങ്ങൾ കോൺട്രാസ്റ്റ്. ഇത് രണ്ടും വ്യക്തമാക്കുന്ന രീതി. സോഴ്സിൽ ആലിഗേറ്റേഴ്സും ക്രോക്കഡൈൽസും തമ്മിലുള്ള താരതമ്യം നല്ലൊരു എക്സാമ്പിളാണ്. അതെ. ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നും. രണ്ടും റെപ്റ്റൈൽസ് ആണ്, വെയിൽക്കായുന്ന സ്വഭാവമുണ്ട്, രാത്രിയിലാണ് ഹണ്ടിങ്, ശരീരഘടനയിലും സാമ്യങ്ങളുണ്ട്. പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ആലിഗേറ്ററിന്റെ സ്നൗട്ട്, അതായത് ആ മൂക്കിന്റെ ഭാഗം, കുറച്ചുകൂടി വീതിയുള്ളതും ചെറുതുമാണ്. ക്രോക്കഡൈലിന്റേത് അങ്ങനെയല്ല. പല്ലിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. ഉണ്ട്. പല്ലുകൾ പുറത്തേക്ക് കാണുന്ന രീതി വ്യത്യാസമുണ്ട്. പിന്നെ ക്രോക്കഡൈൽസ് കുറച്ചുകൂടി ആക്റ്റീവാണ്, ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറയുന്നു. അപ്പോ ഈ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എന്തിനാ സഹായിക്കുന്നത്? ഇത് കാര്യങ്ങൾ തമ്മിലുള്ള ചെറിയ ന്യൂആൻസസ് ഇല്ലേ, അത് മനസ്സിലാക്കാൻ സഹായിക്കും. വെറുതെ ഒരേപോലെയെന്ന് കരുതുന്ന കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇവിടെയും ഫസ്റ്റ് ഓഫ് ഓൾ, ബോത്ത്, ഓൾസോ പോലുള്ള ട്രാൻസിഷണൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ആശയങ്ങളെ കണക്ട് ചെയ്യാൻ അത്തരം വാക്കുകൾ സഹായിക്കും. അടുത്തത് റീസ്റ്റേറ്റ്മെന്റ്. ഇത് സിമ്പിളാണ്, പക്ഷേ ഇഫക്റ്റീവാണ്. അതെ. പറഞ്ഞ കാര്യം തന്നെ ചിലപ്പോൾ വേറെ വാക്കുകളിൽ ഒന്നുകൂടി പറയുക, ഒരു പോയിന്റ് എംഫസൈസ് ചെയ്യാൻ, അല്ലേ? അതെ, ഊന്നൽ നൽകാൻ. ആ അമേരിക്കൻ മെൻ ഡോണ്ട് ക്രൈ എന്ന എക്സാമ്പിൾ നോക്കൂ. ആ ഒരു ടോപ്പിക് സെന്റൻസിനെ റീഎൻഫോഴ്സ് ചെയ്യാൻ, ഓൺലി സിസീസ് ക്രൈ, ക്രൈയിങ് ഇസ് എ വീക്ക്നെസ്,
അൺ-അമേരിക്കൻ എന്നൊക്കെ ആവർത്തിച്ചു പറയുന്നു. ഒരേ ആശയം തന്നെ പല രീതിയിൽ പറഞ്ഞു ഉറപ്പിക്കുന്നു. അതെ, അത് ക്ലാരിറ്റി കൂട്ടും, ആ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടും. നിങ്ങളുടെ സോഴ്സിൽ ക്ലാസിഫിക്കേഷൻ, അനാലിസിസ് പോലുള്ള മറ്റു ടെക്നിക്സും പറയുന്നുണ്ട്. ഉണ്ട്, അനാലിസിസിനെ പറ്റി പറയുന്നുണ്ട്. അനാലിസിസ് എന്നുവെച്ചാൽ ഒരു സബ്ജക്റ്റിനെ അതിന്റെ കോമ്പണന്റ്സ് ആയിട്ട് തിരിച്ച് ഡിസ്കസ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾസ്, കമ്പാരിസൺ, റീസ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിക്കും അനാലിസിസിന്റെ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ. ശരിയാണ്. ക്ലാസിഫിക്കേഷനും അതുപോലെ കാര്യങ്ങളെ തരംതിരിക്കുന്നത്. അതെ, പൊതുവായ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഈ സോഴ്സിലെ സ്പീച്ച് കമ്മ്യൂണിറ്റീസ് എന്നൊരു മോഡൽ കോമ്പസിഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അതില് ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഒരുമിച്ച് വരുന്നത് കാണാം. ഇംഗ്ലീഷ് ഒരു യൂസ്ഫുൾ ലാംഗ്വേജ് ആണെന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണ് അവിടെ. അതെ, അവിടെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്, സ്പീച്ച് കമ്മ്യൂണിറ്റി എന്താണെന്ന്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നേറ്റീവ് സ്പീക്കേഴ്സ്, സെക്കൻഡ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് എന്നിങ്ങനെ. പിന്നെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു, UN-ല്, ഏവിയേഷനില്, പബ്ലിഷിംഗിലൊക്കെയുള്ള പ്രാധാന്യം. കറക്റ്റ്. അവസാനം ഒരു റീസ്റ്റേറ്റ്മെന്റ് പോലെ ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് എക്സ്പാൻഡ്സ് ദ മൈൻഡ് എന്ന ആശയം ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ ചേരുമ്പോഴാണ് കോംപ്ലക്സ് ഐഡിയാസ് പോലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായും. അതാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗിന്റെ ഒരു ശക്തി. ക്ലാരിറ്റി, ലോജിക്, ഇതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി ഒരു ലോജിക്കൽ ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കൂട്ടം ടൂൾസാണ്, അല്ലേ? അതെ. പ്രോസസ് പറയുക, എക്സാമ്പിൾസ് കൊടുക്കുക, കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ഒന്നുകൂടി ഊന്നി പറയുക, റീസ്റ്റേറ്റ് ചെയ്യുക, ഇതെല്ലാം ആശയവിനിമയം ഇഫക്റ്റീവ് ആക്കാനുള്ള വഴികളാണ്. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും ഇത് സഹായിക്കുമല്ലോ, ഈ ടെക്നിക്സ് തിരിച്ചറിഞ്ഞാൽ. ഉറപ്പായും. നമ്മൾ വായിക്കുന്ന മെറ്റീരിയലിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ നമ്മൾ സ്വന്തമായി എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മുടെ ഐഡിയാസ് കൂടുതൽ വ്യക്തമാക്കാനും ഇത് ഉപകരിക്കും. നല്ല ക്ലാരിറ്റി കിട്ടും. ശരിയാണ്. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത. ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് വലിയ പക്ഷപാതമില്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ്, അത് എത്രത്തോളം പ്രധാനമാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ എക്സ്പോസിറ്ററി ടെക്നിക്സിൽ ഒരു പ്രാവീണ്യം നേടുന്നത് നിങ്ങളുടെ സംഭാഷണങ്ങളിലും ചർച്ചകളിലുമൊക്കെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇടപെടാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.